സെലിബ്രേഷൻ ആണ്. ആക്ടിങ് വന്ന് മര്യാദ ഇത് സ്വർഗമാ നരകമാ சொல்லடி உள்ளபடி ഞാൻ வாழ்வதுം വിടകൊണ്ട് പോകതും ഉള്ളതടി സോ ഇന്ന് മാർച്ച് 8 ആണ് ഇന്റർനാഷണൽ വുമൻസ് ഡേ. അപ്പോൾ ഓഫീസിൽ നിന്ന് സെലിബ്രേഷൻ ആണ് കേട്ടോ. അതായത് ഫസ്റ്റ് ടൈമാണ് ഓഫീസിൽ വുമൻസ് ഡേ സെലിബ്രേറ്റ് ചെയ്യുന്നത്. പ്രീവിയസ് ഇയേഴ്സിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ വുമൻസ് ഡേക്ക് വിഷ് ചെയ്യും, ദെൻ ചോക്ലേറ്റ്സോ കാർഡൊക്കെ തരും, അത്രേ ഉള്ളൂ. പിന്നെ എല്ലാവരും ബാക്ക് ടു വർക്ക്. അപ്പോൾ ഇന്നെന്ന് പറയുന്നത് അതായത് ഫുൾ ഡേ സെലിബ്രേഷനാണ്. ലഞ്ചും കാര്യങ്ങളെല്ലാം ഓഫീസിൽ നിന്ന് തന്നെയാണ്. അങ്ങനെയായിരുന്നു. അപ്പോൾ നമ്മളെല്ലാവരും ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. ഫുൾ പ്രോഗ്രാമാണ്. അതായത് മോർണിംഗ് ടിൽ ഈവനിങ് എന്ന് പറയുമ്പോൾ തന്നെ അറിയാമല്ലോ നമുക്ക് ഫുൾ പ്രോഗ്രാംസും കാര്യങ്ങളൊക്കെ ആയിട്ട്. അപ്പോൾ ആദ്യം തന്നെ ഞങ്ങളുടെ പാട്ട് പ്രാക്ടീസ് ഉണ്ടായിരുന്നു. ഞങ്ങൾ ഒരു ഗ്രൂപ്പ് സോങ് പാടാമെന്നുണ്ട്. അപ്പോൾ സോങ് എല്ലാം ഞങ്ങൾ പ്രാക്ടീസും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. പിന്നെ വന്ന പാടാൻ കുറച്ച് ഡെക്കോർസ് ഉണ്ടായിരുന്നു. അതായത് കുറച്ച് ബലൂൺസൊക്കെ ഒന്ന് ഫിക്സ് ചെയ്യുക അത്രയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ നമുക്കിന്ന് ഇവിടുന്ന് കാർഡും ചോക്ലേറ്റ്സൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാവരും വന്നിട്ടുണ്ട്. 11 o'clock പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ കാർഡും ചോക്ലേറ്റും. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ ബാക്കിയുള്ള പ്രോഗ്രാം തുടങ്ങാൻ വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ HR ടീമിൻ്റെ എന്താ പറയുക, HR ടീമാണ് കേട്ടോ ഈ ഒരു പ്രോഗ്രാമൊക്കെ ഇനീഷ്യേറ്റ് ചെയ്തത്. അങ്ങനെ എല്ലാവരും വന്നിട്ടുണ്ട്. അവിടെ നമ്മുടെ ഡെക്കോറൊക്കെ കുറച്ചും കൂടെ പെൻഡിങ് ഉണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം നടക്കുന്നുണ്ട്. അപ്പോൾ ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇത് ഒരു എനർജി ഇന്ന് ശരിക്കും പറഞ്ഞാൽ നിങ്ങളുടെയാണ് ദിവസം. നമ്മുടെ ദിവസം എനിക്ക് ഇവിടെ നമുക്ക് ഈ ഒരു കമ്പനിയിൽ തന്നെ നമുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഏറ്റവും കൂടുതൽ നമ്മുടെ ബാക്ക് ബോൺ ആയിട്ട് നിൽക്കുന്നത് വുമൺ തന്നെയാണ് അല്ലെ. നമ്മുടെ മെജോറിറ്റി നമ്മുടെ എംപ്ലോയീസ് എന്ന് പറയുന്നത് വുമൺ തന്നെയാണ്. അതിൽ നമുക്ക് എല്ലാവർക്കും ഒരു പ്രൗഡ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. ഓക്കെ, അതില് മെൻ നമുക്ക് ഇടുന്നില്ല. പക്ഷെ നമ്മുടെ ഈ കമ്പനിയുടെ ഒരു ബാക്ക് ബോൺ അല്ലെങ്കിൽ ഈ കമ്പനി സക്സസ്ഫുൾ ആയിട്ട് ഇതുവരെ നിൽക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ വുമൺ സ്ട്രെങ്ത്തും നിങ്ങൾ ഇതുവരെ ഇട്ടിട്ടുള്ള നിങ്ങളുടെ കോൺട്രിബ്യൂഷൻസും എഫേർട്ടും കൊണ്ട് തന്നെയാണ് നമ്മൾ ഇത്രയും സക്സസ്ഫുൾ ആയിട്ട്. ഞാൻ ആദ്യമായിട്ടാണ് ഇത് 1900 ആഘോഷിക്കുന്നത് പോലെ 1977 യുനെസ്കോ എസ്റ്റാബ്ലിഷ്. കൈരളിയിൽ ജോയിൻ ചെയ്ത സമയത്ത് ലൈക്ക് ഞാൻ ആഗ്രഹിച്ച ഒരു കാര്യമായിരുന്നു ഇങ്ങനത്തെ സെലിബ്രേഷൻസ് നമുക്ക് ഈ ഓർഗനൈസേഷൻ നടത്താൻ. പല കാരണങ്ങൾ കൊണ്ട് നമ്മൾ ചിലതൊക്കെ നടത്തിയിട്ടുണ്ട്, ചിലത് നടത്താൻ പറ്റിയിട്ടില്ല. എല്ലാ മാസവും ഒരു സെലിബ്രേഷൻ അല്ലെങ്കിൽ ഒരു ഫ്രീ ഡേ, ഒരു ഫൺ ഡേ നിങ്ങൾക്ക് വേണ്ടി ചെയ്യണം എന്നുള്ളത് ഒരാഗ്രഹമായിട്ടുണ്ടായിരുന്നു. ഈ മാസം ഏറ്റവും സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ഇവന്റ് നടത്താൻ പറ്റിയതിൽ ഐ എം വെരി ഗ്രേറ്റ്ഫുൾ, ഐ എം വെരി ഹാപ്പി ആൻഡ് താങ്ക് യു സോ മച്ച്. അത് ഒരുപാട് ഫാക്ടേഴ്സ് നോക്കി. അതായത് ആദ്യം കല്ല് സൃഷ്ടിച്ചു, മണ്ണ് സൃഷ്ടിച്ചു, മരങ്ങളെ സൃഷ്ടിച്ചു, മൃഗങ്ങളെ സൃഷ്ടിച്ചു. ഇതെല്ലാം ചെയ്ത് ഏറ്റവും അവസാനം വിമനെ സൃഷ്ടിച്ചത് എല്ലാം ഈ എന്തൊരു സിറ്റുവേഷൻ വന്നാലും ആ ഒരു സിറ്റുവേഷൻ ഫേസ് ചെയ്യാൻ കേപ്പബിൾ ആകുന്ന രീതിയിലാണ് ഒരു വിമനെ സൃഷ്ടിച്ചത്. ഇതിപ്പോ കൈരളിയിൽ എനിക്ക് തോന്നുന്നു ഫസ്റ്റ് ടൈം ആണ് ഞാൻ വന്നതിന് ശേഷം വിമൻസ് ഡേ നമ്മളെല്ലാരും ഇങ്ങനെ ഒരുമിച്ച് സെലിബ്രേറ്റ് ചെയ്യുന്നത്. അല്ലെങ്കിൽ വർക്കിന്റെ ഇടയ്ക്ക് ഫസ്റ്റ് ടൈമാണ്. ഇപ്പൊ 2.5 വർഷത്തിലൂടെ ഫസ്റ്റ് ടൈമാണ് ഞാനൊരു വിമൻസ് ഡേ സെലിബ്രേറ്റ് ചെയ്യുന്നത്. സോ ഇവിടെ എല്ലാവരും കുറെ എക്സാമ്പിൾസ് ഒക്കെ പറഞ്ഞ് എനിക്ക് അങ്ങനെ പറയാനൊന്നുമില്ല. ജസ്റ്റ് ബിലീവ് ഇൻ യുവർ സെൽഫ്, യു ക്യാൻ ഡു എനിത്തിങ്. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ഓൾ മെൻ ഓഫ് കോഴ്സ് ദേ ആർ എ ബിഗ് താങ്ക്സ് ടു. സോ ഹാപ്പി വിമൻസ് ഡേ.
ആണ് ഇതുപോലെ വിമൻസ് ഡേ സെലിബ്രേറ്റ് ചെയ്യണം. നമ്മൾ വരുന്നു, വർക്ക് ചെയ്യുന്നു, നോർമലി ഒരു ഡേ ആയിരുന്നു. ഫസ്റ്റ് ആണ് ഇതുപോലെ ഫുൾ ഡെക്കറേറ്റ് ചെയ്ത് ഫുൾ പ്രോഗ്രാമും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യുന്നത്. കഴിഞ്ഞ കൊല്ലാണെങ്കിലും ജസ്റ്റ് ഒരു റോസ് തന്നു, വിഷ് ചെയ്തു, പിന്നെ ബാക്ക് ടു വർക്ക് ആ ഒരു സെറ്റപ്പ് ആയിരുന്നു. പക്ഷെ ഇതിലൊരു പാർട്ടാവാൻ സാധിച്ചൊരു സന്തോഷം. ഇത് ആദ്യമായിട്ടാണ് സെലിബ്രേറ്റ് ചെയ്യുന്നത്. ഇതിന് മുന്നേ ഉള്ള സ്ഥലത്തൊന്നും അങ്ങനെ സെലിബ്രേഷൻ ഒന്നും ഉണ്ടായിട്ടില്ല. ഇവിടെയും ഇതുവരെ അങ്ങനെ സെലിബ്രേറ്റ് ഒന്നും ചെയ്തിട്ടില്ല. അപ്പോൾ ഫസ്റ്റ് ടൈമാണ് ഞാനും സെലിബ്രേറ്റ് ചെയ്യുന്നത്. സോ എല്ലാവർക്കും ഹാപ്പി വുമൻസ് ഡേ. അങ്ങനൊരു പരിപാടി വെച്ചിട്ടുണ്ടെങ്കിൽ ഹാപ്പിയാണ്. അതേപോലെ തന്നെ എല്ലാവർക്കും ഹാപ്പി വുമൻസ് ഡേ. ശർണ പറയൂ, ഹാപ്പി വുമൻസ് ഡേ എന്ന് പറഞ്ഞാലും മതി. എല്ലാ വുമൻസിനോടും പറയാനുള്ളത് എന്താ പറയാ, ഫാൾസ് ഉണ്ടാവും, പക്ഷെ അതിനൊന്നും റൈസ് ചെയ്ത് മുന്നോട്ട് വരാം. Dear team, on this International Women's Day, I want to take a moment to celebrate the incredible contributions of women to our company and to the society as a whole. Your talent, dedication, and hard work are essential to our success. You bring unique perspectives and skills to the table. Yes, this year is lottery success. Happy Women's Day to us. സോ അങ്ങനെ നമ്മുടെ കേക്ക് കട്ടിങ്ങും കാര്യങ്ങളെല്ലാം കഴിഞ്ഞു. അതിനുശേഷം നമ്മുടെ ഫസ്റ്റ് പ്രോഗ്രാം എന്ന് പറയുന്നത് റാം വാക്ക് ആയിരുന്നു. അപ്പോൾ നമ്മൾ അതിനെല്ലാം എല്ലാവരും പ്രിപ്പയർ ചെയ്തിരിക്കുകയാണ്. അങ്ങനെ നമ്മുടെ റാം വാക്ക് സ്റ്റാർട്ട് ചെയ്തു. ജഡ്ജസ് എല്ലാം പാനലെല്ലാം അവിടെ ഉണ്ട്. അപ്പോൾ പ്രൈസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഇന്നത്തെ നമ്മുടെ ഓരോ പ്രോഗ്രാംസിനും. അങ്ങനെ നമ്മുടെ റാം വാക്കൊക്കെ കഴിഞ്ഞ് അതിൽ നിന്ന് ഫസ്റ്റ് നമ്മൾ കുറച്ച് പേര് ഷോർട്ട് ലിസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഫസ്റ്റ് റൗണ്ട് കംപ്ലീറ്റ് ചെയ്തിട്ട് അവർ ഇവരൊക്കെയാണ് ഷോർട്ട് ലിസ്റ്റ് ചെയ്തത്. പിന്നെ അതിന് ഇവർക്ക് ഓരോ ടാസ്കും ക്വസ്റ്റ്യൻസ് അങ്ങനെ 3 റൗണ്ടോ അങ്ങനെ എന്തും ഉണ്ടായിരുന്നു. അപ്പോൾ ഇത്രയും പേരാണ് കേട്ടോ ഫസ്റ്റ് തന്നെ ഷോർട്ട് ലിസ്റ്റ് അയക്കുന്നത്. റോട്ടിലിട്ടാൽ റോഡ് ഉരുളുമോ റോഡ് ഉളരുമോ? ഷീഷൽസ് ബൈ ദിസ് ഷീഷോ, ഷീഷൽസ് ബൈ ദിസ്. തണ്ടുകളും തടികളും തണ്ടന്മേലൊരു ചെറുതരി കുരുമുളക് നിറും, തണ്ടുകളും തടികളും തണ്ടന്മേലൊരു ചെറുതരി കുരുമുളക് നിറും. പിന്നെ അത് കഴിഞ്ഞിട്ട് ഫസ്റ്റ് റൗണ്ടിൽ നിന്ന് അവർക്ക് കുറച്ച് ടാസ്ക് ഒക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ നിന്ന് സ്കോർ ചെയ്തവർക്കാണ് സെക്കൻഡ് റൗണ്ടിലേക്ക് ചാൻസ് കിട്ടിയേക്കണം. അപ്പോൾ അത് ഫസ്റ്റ് റൗണ്ട് കഴിഞ്ഞു. നമുക്ക് വീണ്ടും അതിൽ നിന്ന് ഫിൽട്ടർ ചെയ്തിട്ട് ഒരു 4 പേരായിരുന്നു ഫിൽട്ടർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവരുടെ റിസൾട്ടിനൊക്കെ ഇവർ വെയിറ്റ് ചെയ്യുകയാണ്. അങ്ങനെ റിസൾട്ടൊക്കെ കിട്ടിയിട്ടുള്ള ബാക്കിയുള്ള ആൾക്കാരാണ് കേട്ടോ. 5 മെമ്പേഴ്സ് ഉണ്ടായിരുന്നു. ബാക്കി ഇത്രയും പേരാണ് ഫസ്റ്റ് റൗണ്ട് കഴിഞ്ഞ് സെലക്റ്റായി വന്നേക്കണത്. ജില്ലയിലുള്ള ആൾക്കാരെ വിളിച്ച് ഫസ്റ്റിൽ ഒരു മീറ്റിംഗ് വെക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. ഏറ്റവും ടോപ്പിലുള്ളവരെ വിളിക്കും. സെക്കൻഡ് ഓഫ് ഓൾ നമ്മളിപ്പോ സ്കീമിൽ ലീവ്സ് ക്യാരി ഫോർവേഡ് ചെയ്തിട്ടല്ലോ. ഇപ്പോൾ
ലീവ് മന്ത്ലല്ലേ എടുക്കേണ്ടത്. അപ്പോൾ ഇപ്പം ഞാൻ HR ആവുകയാണെങ്കിൽ ഐ വുഡ് മേക്ക് ദാറ്റ് ഒരു ചേഞ്ച് ആയിട്ട് ഇപ്പോൾ ഒരാൾക്ക് 2 months 3 months ഒക്കെ ലീവ് എടുത്തില്ലെങ്കിൽ ദേ ക്യാൻ ടേക്ക് 3 അടുപ്പിച്ച് ഡേയ്സ്. സോ ദാറ്റ്സ് അനദർ ക്യാരി ഫോർവേഡ്. വേറെ വെക്കേഷൻ ഒരു 3 months നമുക്ക് എല്ലാവർക്കും ഓഫീസ് വെക്കേഷൻ പോലെ every 3 months 1 vacation. പുതിയ വണ്ടിയാണ്. ഞാൻ ജസ്റ്റ് ഫണ്ണായിട്ടാണ് എടുത്തത്. പക്ഷെ ശരിക്കും അപ്പോഴേക്കതോ മിസ് കേരള. താങ്ക് യു സർ, താങ്ക് യു ഫോർ ദിസ് ഓപ്പർച്യൂണിറ്റി. അങ്ങനെ നമ്മുടെ റാം വാക്കും അവരുടെ വിന്നേഴ്സ് എല്ലാം സെലക്ട് ചെയ്തതിന് ശേഷം ഇത് സെക്കൻഡ് ഒരു ഗെയിമാണ്. ഇത് പസിൽ ഗെയിമാണ് കേട്ടോ. നമുക്ക് കുറച്ച് പസിൽസ് അത് 4 ടീമായിട്ട് നമ്മൾ ഷഫിൾ ചെയ്തിട്ടുണ്ട്. പസിൽസ് എല്ലാവരെയും മിക്സ് ചെയ്ത് വെച്ചേക്കുവാണ്. നമുക്കൊരു 20 പീസ് പോയിട്ട് എടുക്കാം. അതിനുശേഷം നമുക്ക് കുറച്ച് എമൗണ്ട് ക്യാഷും തന്നിട്ടുണ്ട്. നമുക്ക് ഓപ്ഷൻ ചെയ്തിട്ട് നമ്മുടെ ഓപ്പോസിറ്റ് ടീമിലുള്ള ആൾക്കാരുടെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് അത് കളക്ട് ചെയ്യാം. അതായത് ക്യാഷ് പേ ചെയ്തിട്ട് വേണം കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതായത് നമ്മുടെ ടീമിൽ നിന്ന് നമ്മുടെ അഞ്ജലി പോയി കാർഡ്സൊക്കെ എടുക്കുന്നുണ്ട്. അപ്പോൾ വൺസ് ഒരാൾ വന്നാൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അവൾ 20 അതായത് പെർ ടീം 20 കാർഡ് അതായത് പസിൽ കാർഡായിരുന്നു നമുക്ക് അലൗ ചെയ്യുന്നത്. അങ്ങനെ അതെല്ലാം കളക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പിക്ചർ എന്ന് പറയുന്നത് മദർ തെരേസയുടെ ആയിരുന്നു കേട്ടോ. 20 ആദ്യം 2 3 5 ഓക്കെ 5 ആയി. 1 2 3 4 5 ഓക്കെ. പക്ഷെ ഇച്ചിരി കൂടെ മുകളിലല്ലേ വരണ്ടേ? അല്ലല്ലേ? ഇത് താടിയൊന്നും കിട്ടിയില്ല. ഇതൊക്കെ എന്തിനാ എല്ലാം ഒരേപോലെ എങ്ങനെയാണ്? ഞാൻ ഇവിടുന്ന് നോക്കിയെടുക്കാൻ നമുക്ക് ഇവിടെ വൈറ്റ് സംഭവം ഉണ്ടോ? ഇത് വൈറ്റ് ഉള്ള വേണോ? ഹായ് ശരണ്യ. വൈഷ്ണവി ഇതപ്പോ ഇവിടെ ഇരിക്കില്ലേ? അത് പറ്റില്ല കേട്ടോ. നിങ്ങളുടെ അവിടെ വരെ എത്തി. നിങ്ങൾക്ക് എന്തൊക്കെയോ എടുക്കണ ഞങ്ങൾക്ക് മനസ്സിലായിട്ട് ഞങ്ങൾക്ക് തന്നെയാടി. വൈറ്റ് ഉണ്ടോ? വന്നു നമ്മുടെ വീഡിയോ. നമ്മുടെ ഇതൊന്നും നമ്മുടെ ഇല്ല. ഇത് ഇവിടെ എവിടെയാണ്? ഈ സൈഡാണ്. ഇവിടെ ആയിട്ടാണ്. സ്റ്റാർട്ട് ചെയ്യല്ലേ? ഓക്കേ, ഫസ്റ്റ് ടീം 3 സ്റ്റാർട്ട് ചെയ്യോ? നിങ്ങളുടെ കയ്യിലുള്ള എക്സ്ട്രാ പീസസ് കാണിച്ചു കൊടുത്ത് ആർക്ക് ആവശ്യം ഉണ്ടെങ്കിൽ അത് ഓപ്ഷൻ ചെയ്യോ? ഓക്കെ, ഇത് നടത്തുന്നുണ്ടോ? നിങ്ങൾ ആരും 500. ഓക്കെ, ഓക്കെ. നെക്സ്റ്റ് പീസ് ലിസ്റ്റാണ് നെക്സ്റ്റ് സെല് ചെയ്യേണ്ടത്. ഓക്കെ, ഈ പീസ് നോ വേറെ ആർക്കുണ്ടോ ഈ പീസ് സെല് ചെയ്യാനുണ്ടോ? ഈ പീസ് മെയിൻ പീസ് മെയിൻ പീസ് മെയിൻ പീസ്
ഇവിടുത്തെ പീസ് ഈ പീസാണ് ആൾക്ക് സെല് ചെയ്യാണ്. ഈ ഭാഗം ഏത് ഭാഗം ഹാർട്ട് ഈ ഭാഗം വേണ്ട. ആർക്ക് ആവശ്യമുണ്ടോ? ഇല്ല. നിശ്ചയ്ക്ക് വേറെ പീസ് ഉണ്ടോ സെല് ചെയ്യാൻ? നിശ്ചയ്ക്ക് 2 ചോയ്സ് ഉണ്ട്. either to buy number or to. Okay. നിങ്ങളുടെ റേറ്റ് എന്താ? നിങ്ങളുടെ റേറ്റ് എന്താ? 1000 2000 300 രണ്ടും എനിക്കുണ്ട് അതുകൊണ്ട് 300 മാക്സിമം പോസ്റ്റ് എന്താ? 500 വേറെ ആരെയും കാണിക്കാൻ ഇനി നിങ്ങളുടെ നിങ്ങൾക്ക് ആവശ്യമുണ്ടോ? ഇയാൾക്ക് ആവശ്യമുണ്ടോ? എത്രയാണ് നിങ്ങളുടെ പ്രൈസ്? എത്ര? 300. സോറി, 2 പേർക്ക് ആവശ്യം 2000. ഒരു കുറവില്ല. നിങ്ങൾക്ക് പ്രൈസ് പറയാനുള്ള ആവശ്യമുണ്ടോ? ഓക്കെ. നിങ്ങൾക്ക് എത്ര? ഞാൻ 300 മേടിക്കും. ഓക്കെ. നെക്സ്റ്റ് 500. 6 ബന്ധപ്പെട്ട സ്ഥലമാണ് സൈഡ്. 600 ആയി. 600 ഡെയറി മിൽക്കും. 650. എടുക്കുന്നുണ്ടോ? 7 ഇതില്ലാതെ പൂർത്തിയാവൂല. 2 നോക്കിയോ 720. തന്നെങ്കിൽ മതി. പെട്ടെന്ന് പറ. നിങ്ങൾക്ക് ആവശ്യമുണ്ട്. നിങ്ങൾക്ക് തന്നേക്കാം നിങ്ങളുടെ എത്ര? 13 പ്രൈസ് എത്ര? 500 500 ഒരു വിട്ടുവീഴ്ചക്ക് ഉണ്ടായിരുന്നു. അത് 500 മാത്രം മതി. അപ്പൊ ഒരു 200 വേറെ ആരും നിങ്ങൾക്ക് വേണ്ടാത്തൊരു സാധനമാണ്. ഞങ്ങൾ വേണം വേണമെങ്കിൽ ഞങ്ങൾ വെച്ചോളാം. അല്ലെങ്കിൽ നമുക്ക് വേണ്ട അല്ലെങ്കിൽ നമ്മൾ നെക്സ്റ്റ് പ്രൈസ് ആർക്കും വേണ്ടാത്ത സാധനമാണ്. ഞങ്ങൾക്ക് വേണം. സാധനമാണ്. അപ്പൊ അത് ഞാൻ വാങ്ങിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും ഒരു 300 കിട്ടും. ഇപ്പൊ ഞാൻ വാങ്ങിച്ചില്ല, വേറെ ആർക്കും വേണ്ടതിന് നിങ്ങൾക്ക് ഒരു പേയ്മെന്റ് കിട്ടും. അല്ല, ആ പാക്ക് ഫില്ല് ചെയ്യാൻ പറ്റില്ലല്ലോ. ഞങ്ങൾക്ക് വേണ്ട. നിങ്ങൾക്ക് ആ പാക്ക് 300 അടിക്കോ? ആർക്കും വേണ്ടാത്തൊരു സാധനമാണ്. നിങ്ങൾക്ക് വേണ്ട. നിങ്ങൾക്ക് പേയ്മെന്റ് കിട്ടണ്ടേ? അല്ലാതെ ഇല്ല. 300 നമ്മൾ നോക്കിയാൽ ആർക്കും വേണ്ടാത്തൊരു സാധനമാണ്. നിങ്ങൾക്ക് വേണ്ട. പേയ്മെന്റ് 300 ആർക്കും വേണ്ടത് വേറെ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഓക്കെ. ആർക്കും വേണ്ട, നിങ്ങൾക്ക് വേണ്ട 300 അല്ലെങ്കിൽ 0. അല്ലെങ്കിൽ 0. 300 ഇപ്പൊ 0 ആക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറാണ്. 300 അല്ലെങ്കിൽ 0. 450. ഇപ്പൊ സെയിം ചെയ്യില്ലാവും. നിങ്ങൾക്ക് എന്താ 300 or 0. 300 or 0. നിങ്ങൾ ഓക്കെ. ഓക്കെ ഫൈൻ. അവസരം ലഭിക്കാതെ പൈസ എടുക്കാൻ ആള് ശരണ്യ വിറ്റ് കൊടുക്ക് പിള്ളേരല്ലേ. വേണ്ട. 1030 അടുക്കള 10,520 ക്യാഷും നല്ലൊരു പിക്ചർ. ഒരു ബോർഡർ 2 പീസ്. 10,520. ആ മാം നല്ലൊരു ഇതും ഏരിയ ഒക്കെ കണ്ടില്ല. സോ നമ്മുടെ പസിലെല്ലാം റെഡിയായി. ജഡ്ജസ് എല്ലാം വന്ന് ചെക്ക് ചെയ്യുവാണ് കേട്ടോ. അപ്പോൾ രണ്ട് റൂളായിരുന്നു ഉണ്ടായത്. ഒന്ന് നമ്മുടെ പസിൽ എല്ലാം അതായത് പിക്ചറൊക്കെ റെഡി ആവണം. പ്ലസ് സെക്കൻഡ് റൂൾ എന്ന് പറയുന്നത് നമ്മുടെ എമൗണ്ട് കയ്യിൽ കുറച്ച് ക്യാഷ് വന്നിട്ടുണ്ടായിരുന്നു, അത് കുറയാനും പാടില്ല. ഈ 2 റൂൾസ് ആയിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ ടീം 1 ഞങ്ങളുടെ ടീമാണ് ടീം 1, ദെൻ ടീം 3 ഇവരുടെ ടീം. അതായത് 2 പസിലിന് മാത്രം നമുക്കും ഇവർക്ക് മാത്രം ഡിഫറൻസ് ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഇത് ബാക്കിയുള്ള ടീമിൻ്റെ എല്ലാം സാർ വന്നിട്ട് ക്രോസ് ചെക്ക് ചെയ്യണം. കയ്യിലുള്ള എമൗണ്ട് കൗണ്ട് ചെയ്യുന്നുണ്ട്. ഡിസൈഡ് ചെയ്തെന്ന് വെച്ചാല് നിങ്ങളുടെ മിസ്സിംഗ് ആയിട്ടുള്ള പാർട്സിന്റെ എണ്ണം. ഓക്കെ. രണ്ടാമത് നിങ്ങളുടെ കയ്യിലുള്ള മണി. അപ്പോൾ അതെങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്തെന്ന് വെച്ചാൽ മിസ്സിംഗ് പാർട്സിന് എത്ര വാല്യൂ ആണുള്ളതെന്നാണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ. അതായത് നിങ്ങളുടെ കയ്യിലുള്ള മണി ഡിവൈഡഡ് ബൈ മിസ്സിംഗ് പാർട്സിന്റെ എണ്ണം. അപ്പോൾ ഒരു മിസ്സിംഗ് പാർട്ടിന്റെ വാല്യൂ നമുക്ക് കിട്ടും. ഏറ്റവും കൂടുതൽ വാല്യൂ കിട്ടിയ ആൾക്കാർ ആണ് വിന്നിംഗ് പ്രൈസ് കൊടുക്കും. ഓക്കെ. ഡിവൈഡഡ് ബൈ അതിൻ്റെ മീനിങ് എങ്ങനെയാണെന്ന് വെച്ചാൽ കുറച്ച് നമ്പർ ഓഫ് മിസ്സിംഗ് പാർട്സ് ഉണ്ടാവത്തുള്ളൂ, കൂടുതൽ മണി ഉണ്ടാവും. അങ്ങനെയാണ് ഇതിലാണ് ഏറ്റവും കൂടുതൽ എമൗണ്ട് വരും. മനസ്സിലായില്ലേ? സോ ഈ ഒരു ഗെയിമിന്റെ വിന്നർ ടീം 1 ആണ്. ടീം 1ന്റെ കയ്യില്
10,920 ഉണ്ടായിരുന്നു അവരുടെ കയ്യിലുണ്ടായിരുന്ന ബാലൻസ് ക്യാഷ്. അതേപോലെ തന്നെ 2 പോർഷൻസ് ആണ് അവർക്ക് ഫില്ല് ചെയ്യാനുണ്ടായിരുന്നത്. അപ്പൊ അത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുമ്പോൾ അവരാണ് വിന്നേഴ്സ്. ഓക്കെ, ടീം മണ്ണ് വിജയിക്കാനുള്ള കാരണം എന്തായിരുന്നു? നല്ല രീതിക്ക് ഓപ്ഷൻ ചെയ്തേ. നന്നായിട്ട് ഓപ്ഷൻ ചെയ്തു അല്ലേ? ഓപ്ഷൻ ചെയ്യാൻ നന്നായിട്ട് പഠിച്ചു. അതിനുവേണ്ടി നിങ്ങൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു പൈസ. ഓക്കെ. എൻജോയ് എന്നൊക്കെ എടുക്കുവോ? പാർത്തിരുന്നാലൊരു നിമിഷവും വർഷമടി കണ്ണുകളെല്ലാം നിന്നെ പാർത്തതുപോൽ ഒരു കലക്കവും തോന്നുതടി. ഇത് സ്വർഗമാ നരകമാ சொல்லடி உள்ளபடி ഞാൻ வாழ்வதுം விடை கொண்டு போவதுം உன் வார்த்தையிலுள்ளதடி. என்னவளே அடி என்னவளே இந்த இதயத்தை தொலைந்து விட்டேன். அந்த இடம் அது தொலைந்த இடம் மறைந்து விட்டேன். സുന്ദരി മാറത്ത് 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 കണ്ണുകൾ എന്തിനുടക്കി വലിക്കണ ചൂണ്ടകളായി നിൻ ചാരത്ത് 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 കോളെല്ലാം മായും നേരം പങ്കായം മെല്ലെ വീശി നീ നിന്റെ തോണിയിലേറി പോരാമോ നല്ലൊരു നാളിൽ ഓമൽ പെണ്ണായാൽ കണ്ണിലുണ്ട് താളം പെണ്ണിന്റെ നടനടയ്ക്കു താളം പെൺപൂവിൻ ഇതളിലുണ്ട് താളം ഇരിപ്പ് താളം നടപ്പ് താളം പെൺമഴ കടിച്ചാലതും താളം പെണ്ണോടിയ മനസ്സ് മയക്കും താളം പെണ്ണോടിയ താളം തട്ടും തട്ടും താളം മുട്ടം മുട്ടും മേളം നോക്കി നിന്നാൽ കയ്യും കാലും കൂട്ടിയടിക്കും താളം തട്ടും തട്ടും മോഹം മുട്ടും തട്ടും മോഹം നോക്കി നിന്നാൽ കണ്ണും കണ്ണും തേടി വിടും കാലം. ആ ആള് ഔട്ടായി. പൊട്ടിച്ച ആള് ഔട്ടായി. ഓക്കെ, കൈകൊണ്ട് മാത്രമേ പൊട്ടിക്കാൻ പാടുള്ളൂ. ഫിസിക്കലി അല്ല ഈ പെയിൻ കളിക്കുന്നത്. Written to be at cookery show making noodles. എന്താ മിക്സ് പൊട്ടിച്ചിടാം. അത് കഴിഞ്ഞിട്ട് മാഗി ഇടാം. എന്നിട്ട് മിക്സ് ചെയ്ത് തിളയ്ക്കും. Create a new office handshake and teach it to someone. മനസ്സിലായോ? ഈ സംഭവം പുതിയ മോഡലായിട്ട് കണ്ടിന്യൂസ് വേയിൽ നമ്മൾ കാണുന്നുണ്ടല്ലോ. എന്താ ഇങ്ങനെ ഇതിനെ കുറിച്ച് വ്യക്തമായിട്ട് സുപരിചിതമാണ്. അതായത് ഞങ്ങൾ കാണുമ്പോഴേ എന്താ പറയാ ഞങ്ങളുടെ ഒരു ബന്ധം എന്നൊക്കെ പറഞ്ഞാൽ അതിന്റെ പീക്കാണ്. Sing a song.
ചന്തമോടെ എന്നും നീയോ എന്റേതല്ലേ സുന്ദരി, അന്തിമട്ടമാകും നേരം എന്നും നീയേ കൺമണി. സ്പീക്ക് ഓൺലി വിത്ത് ദ ആൻസർ സ്റ്റാർട്ടിംഗ് വിത്ത് മാ. ചോദിക്കാം. എന്ത് ക്വസ്റ്റ്യൻസും ചോദിക്കാം. ചോദിക്കാം വരും. ഞാൻ പൊട്ടിച്ചേരണ്ട. സോ ഇന്നത്തെ വ്ളോഗ് ഞാൻ മൈൻഡപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് പോയായിരുന്നു. അപ്പോൾ ഇതായിരുന്നു കേട്ടോ നമ്മുടെ ഇന്നത്തെ ഒരു ഓഫീസ് ഡേ സെലിബ്രേഷൻ എന്ന് പറയുന്നത്. സോ വിൽ കം വിത്ത് യെറ്റ് അനദർ വീഡിയോ. ടിൽ ദെൻ ടേക്ക് കെയർ. ബൈ.